ഇത് കണ്ടില്ലേ, ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഞാനെങ്ങനെ ഉണ്ടാക്കിയിരിക്കണെന്നുള്ളത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരട്ടെ. എന്നാ വരി. ആദ്യം തന്നെ ഞാനിതാ ഈ ഒരു കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ഗോതമ്പ് പൊടി എത്ര എടുത്തോ അതേ അളവിന് തന്നെയാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പം ഞാനിതാ ആ 1 കപ്പ് അളവിന് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത്ര തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റാണ്. അപ്പോൾ ഞാനിതാ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ള പല റെസിപ്പി വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കമൻറ്റെങ്കിലും കാണാം ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ പിന്നെ ഇങ്ങനെ ആവാതിരിക്കുമോ എന്നൊക്കെ. നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയുള്ള. അപ്പോൾ എപ്പോഴും ഈസ്റ്റ് ചേർക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ഇതാ 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം 1 സ്പൂണ് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ ഇതിൽ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഞാനിതാ 2 സ്പൂണ് വെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ച മാവ് നമുക്ക് ഒരു ബൗൾക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ മാവ് 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റിന് ശേഷം ആ മാവ് നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ നല്ലോണം ചൂടായ പാനിക്ക് 1 തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ചാൽ പിന്നെ അത് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇതാ നല്ലോണം ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം. ഈ അപ്പം പെട്ടെന്ന് റെഡി ആവട്ടെ. കൂടുതൽ നേരത്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇതാ കുറച്ച് നേരത്തിന് ശേഷം അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലത്തെ അപ്പം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി. ഇതേപോലത്തെ ഈസി റെസിപ്പികൾക്ക് ക്രിയേറ്റീവ് ഹബ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് അമർത്തിക്കാളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.